പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കാറുള്ളത് എങ്ങനെയാണ് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലിൽ ഇൻഡക്ഷൻ സീൽ ചെയ്യാൻ പറ്റുന്നത്. നോർമലി ഗ്ലാസ് ബോട്ടിൽസ് എല്ലാം ഇതുപോലെയാണ് വരുന്നത്. ഗ്ലാസ് ബോട്ടിൽസിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലുള്ള മെറ്റൽ ക്യാപ്പുകളാണ്. മെറ്റൽ ക്യാപ്പ് ഉപയോഗിച്ചുള്ള പ്രൊഡക്ട്സിൽ ഇൻഡക്ഷൻ സീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഏറ്റവും അധികം റിസീവ് ചെയ്യുന്നത്. അതിനുത്തരം മെറ്റൽ ക്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇൻഡക്ഷൻ സീൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഇൻഡക്ഷൻ സീലറിൽ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന ഇൻഡക്ഷൻ പ്രോസസ്സ് ഉപയോഗിച്ചാണ്. ഇൻഡക്ഷൻ പ്രോസസ്സിൽ മെറ്റൽ വരുമ്പോൾ മെറ്റൽ ക്യാപ്പ് പെട്ടെന്ന് ചൂടാവാനും അത് ബൾജാവാനും ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണിത് ഇൻഡക്ഷൻ സീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ വരുന്ന ബോട്ടിൽസിന് സ്യൂട്ടാവുന്ന ഈ മെറ്റൽ ക്യാപ്പിന് പകരം സ്യൂട്ടാവുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക് ക്യാപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളതൊരു 10 or 100 ക്യാപ്പുകൾ വാങ്ങി വെച്ചതിന് ശേഷം നമ്മളുടെ ഇൻഡക്ഷൻ വാഡ്, അത് ഗ്ലാസ് ബോട്ടിലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡക്ഷൻ വാഡ് ഇതുപോലെ ബോട്ടിൽസിൽ പ്ലേസ് ചെയ്യുക. ക്യാപ്പിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഈ പ്ലാസ്റ്റിക് ക്യാപ്പ് നന്നായി ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ മറ്റ് ബോട്ടിൽസിനകത്തും ഇതുപോലെ പ്ലാസ്റ്റിക് ക്യാപ്പ് എടുക്കുക, നമ്മുടെ ഇൻഡക്ഷൻ വാഡ് പ്ലേസ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലാസ് ബോട്ടിലിനുള്ള ഇൻഡക്ഷൻ വാഡ് മാത്രമാണ് ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റിക്ക് ആവുള്ളൂ. അപ്പോൾ ഏതാണോ ബോട്ടിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡക്ഷൻ വാഡ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് എടുക്കുക. അതുപോലെ ക്യാപ്പ് നന്നായി ടൈറ്റ് ആവണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഡ് ഒരിക്കലും ഒട്ടില്ല. ആവശ്യത്തിനുള്ള പ്രഷർ നമുക്ക് ക്യാപ്പിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സമയവും പവറും സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിനെ നോക്കാം. അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഇൻഡക്ഷൻ ഫോയിൽ ഇതിൽ സ്റ്റിക്കായിട്ടുണ്ട് പ്രോപ്പറായിട്ട്. ഇത് ലീക്ക് പ്രൂഫാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ക്യാപ്പ് മാറ്റിയതിന് ശേഷം, ഇൻഡക്ഷൻ സീൽ ചെയ്ത് പ്ലാസ്റ്റിക് ക്യാപ്പ് മാറ്റിയതിന് ശേഷം രണ്ടാമത് നമ്മൾക്ക് ഈ മെറ്റൽ ക്യാപ്പ് ഇട്ട് ഇതിനെ ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് എല്ലാ മെറ്റൽ ക്യാപ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസും നമ്മൾ ഇൻഡക്ഷൻ സീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഇൻഡക്ഷൻ സീലർ ഉപയോഗിച്ച് മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഹൈ എൻഡ് പ്രോഡക്റ്റിൻ്റെ അതേ ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യാനും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ മെഷീൻ നമുക്ക് 20 to 100 mm ഡയയിലും അതുപോലെ തന്നെ 50 to 150 mm ഡയയിലും അവൈലബിൾ ആണ്. 2 മോഡൽസാണ് ഇതിന് വരുന്നത്. ഇൻഡക്ഷൻ സീലറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫില്ലിംഗ് മെഷീൻസ്, കോഡിംഗ് മെഷീൻസ്, മറ്റ് പാക്കിംഗ് മെഷീൻസ്, ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസിനെല്ലാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ആ ഇൻഡക്ഷൻ സീലറിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് വേർഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്.